അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ നോക്കിയാലോ? ഇതൊരു ഓജി സ്റ്റിക്കി റൈസ് ഒന്നുമല്ല, എൻ്റെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കോക്കനട്ട് പൗഡറും അതേപോലെ കോൺഫ്ലവർ, കണ്ടൻസ്ഡ് മിൽക്ക്, ഈ 3 സാധനങ്ങളുമാണ് നമുക്ക് ക്രീമിന് വേണ്ടി ആവശ്യമുള്ളത് കേട്ടോ. പാൻ ചൂടാക്കി അതിലേക്ക് നമ്മുടെ കോക്കനട്ട് പൗഡറില്ലേ അതും കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് വെള്ളത്തിൽ കലക്കി അതും അതിലേക്ക് നമ്മുടെ കോൺഫ്ലവറും ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് റൈസാണ് കേട്ടോ. പക്ഷേ ഫസ്റ്റ് റൈസാണ് ചെയ്യേണ്ടത്, അതിന് ശേഷം ക്രീം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ആ ഒരു ഓർഡർ വ്യത്യാസം വന്നതാണ്. ഞാൻ എടുത്തേക്കുന്നത് മിങ് പോങ് ബ്രാൻഡിൻ്റെ സ്റ്റിക്കി റൈസാണ് കേട്ടോ. കുക്കറിൽ നമ്മൾ 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച റൈസ് ഇട്ട് ഒരു 3 വിസിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റിക്കി റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് സ്റ്റിക്കി ആയി. പക്ഷേ എനിക്ക് ഇച്ചിരി വെള്ളം കൂടിപ്പോയി, അതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആയിപ്പോയി. ചെയ്യുമ്പോൾ അതനുസരിച്ച് വെള്ളം കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീമില്ലേ അത് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. പകുതി ക്രീം മിക്സ് ചെയ്താൽ മതി, ബാക്കി പകുതി നമുക്ക് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു നല്ല പഴുത്ത മധുരമുള്ള മാമ്പഴമാണ് ഈ സ്റ്റിക്കി റൈസിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാമ്പഴം കട്ട് ചെയ്ത് വെക്കുക. സ്റ്റിക്കി റൈസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ബാക്കി വെച്ച ക്രീം ഇതിലേക്ക് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കി റൈസ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. താങ്ക് യു, ബൈ.